ഗവൺമെൻറ്റിൻ്റെ ഭാഗത്തുനിന്ന് KSRTCയുടെ ചിലവ് പരമാവധി കുറച്ചുകൊണ്ട് വരവ് പരമാവധി കൂട്ടിക്കൊണ്ട് വന്നാൽ മാത്രമേ KSRTCയുടെ അക്കൗണ്ടിൽ പൈസ ഉണ്ടാവുള്ളൂ. ഇപ്പോൾ KSRTCക്ക് ശമ്പളം കൊടുക്കുന്നതും പെൻഷൻ കൊടുക്കുന്നതുമെല്ലാം സംസ്ഥാന സർക്കാരാണ്. കാരണം ഫിനാൻസ് വകുപ്പിൽ നിന്ന് പൈസ തരുന്നു, അത് നമ്മൾ കൊടുക്കുന്നു. അതിനപ്പുറം ഒരുപാട് ചെറിയ ചെറിയ പ്രോബ്ലംസ് ഉണ്ട് അവർക്ക്. അപ്പോൾ ആ പ്രശ്നം പരിഹരിക്കണമെങ്കിൽ KSRTCയുടേതായ തനത് ഫണ്ട് വരണം. അപ്പോൾ ചിലവ് കുറയ്ക്കുക എന്നുള്ളതാണ്. അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ട് അനാവശ്യമായ റൂട്ടുകൾ വെട്ടിക്കളയുക, പിന്നെ റൂട്ടുകളെ ഒന്ന് മോഡിഫൈ ചെയ്യുക. അത് മോഡിഫൈ ചെയ്ത് കഴിയുമ്പം നഷ്ടത്തിൽ നിന്ന് ലാഭത്തിലേക്ക് കൊണ്ടുവരാൻ പറ്റും. പിന്നെ തിരുവനന്തപുരം സിറ്റിക്കകത്ത് തന്നെ വെറുതെ വണ്ടികൾ ഓടുകയാണ്. അത് ഒരു കണക്ക് എൻ്റെ ഒരു കോസ്റ്റ് അക്കൗണ്ടിങ് നടത്താൻ തീരുമാനിച്ചു. ഈച്ച് ആൻഡ് എവറി ബസ് കോസ്റ്റ് അക്കൗണ്ടിങ് നടത്താൻ പോകും. പിന്നെ ഒരു വലിയൊരു സോഫ്റ്റ്വെയറിലേക്ക് അവരുടെ എല്ലാ സംശയങ്ങളും തീരത്തക്ക രീതിയിൽ സ്റ്റോക്കിൻ്റെ അവൈലബിലിറ്റി, ക്യാഷിൻ്റെ ഫ്ലോ, അഡ്മിനിസ്ട്രേഷൻ കംപ്ലീറ്റ് ഞങ്ങളൊരു സോഫ്റ്റ്വെയർ നിർമ്മിച്ച് അതിലേക്ക് മാറ്റാൻ തീരുമാനമുണ്ട്. ഒരു 3 മാസത്തിനുള്ളിൽ ആ സോഫ്റ്റ്വെയറിലേക്ക് ഷിഫ്റ്റ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും ട്രാൻസ്പെറൻ്റ് ആയിരിക്കും. KSRTCയിൽ എങ്ങനെ ഡ്യൂട്ടി നടക്കുന്നു, ഏതൊക്കെ വണ്ടി ഓടി, ഏതൊക്കെ ഓടിയില്ല, സ്റ്റോക്ക് എന്തുണ്ട്, സ്റ്റോക്ക് പർച്ചേസ് എല്ലാം ഇനിമേലിൽ ഒരുവിധ കറപ്ഷനും പറ്റാതിരിക്കാൻ വേണ്ടി നമ്മളൊരു സോഫ്റ്റ്വെയർ ഉടൻ നടപ്പിൽ വരും. അതായത് 3 മാസത്തേക്ക് മാത്രമുള്ള ഇൻവെൻട്രി. ടെൻഡർ ചെയ്യുമ്പോൾ 2 വർഷത്തേക്കുള്ള സാധനം ഒരുമിച്ച് നമ്പർ പറയും. റേറ്റ് ഫിക്സ് ചെയ്ത് കഴിഞ്ഞാൽ 3 മാസത്തേക്കുള്ള സാധനം മാത്രമേ വാങ്ങൂ. ഫോർ എക്സാമ്പിൾ 500 ബാറ്ററി വാങ്ങും, 5000 ബാറ്ററി ഓർഡർ ചെയ്യും, പക്ഷേ 500 ബാറ്ററി എടുക്കുള്ളൂ. 300 ബാറ്ററി തീർന്നു കഴിയുമ്പോൾ 200 ബാറ്ററി ബാക്കിയുള്ളപ്പോൾ ഇത് അലർട്ട് ചെയ്യും കമ്പ്യൂട്ടർ തന്നെ. അപ്പോൾ ബാക്കി 300 ബാറ്ററി വാങ്ങിക്കും. അപ്പോൾ 500 ബാറ്ററിയുടെ പൈസ കൊടുത്താൽ മതി. നമ്മുടെ പണം മറ്റ് കമ്പനികളിലേക്ക് ബ്ലോക്ക് ആവില്ല. എന്നാൽ നമുക്ക് പുതിയ ഫ്രഷ് സ്റ്റോക്ക് കിട്ടുകയും ചെയ്യും. അപ്പോൾ അങ്ങനെ എല്ലാ പാർട്സുകളെ സംബന്ധിച്ചും ഒരു 3 മന്ത്സ് ഇൻവെൻട്രി കണക്കെടുക്കാനായിട്ട് പണ്ട് ഞാൻ 2001 മന്ത്രിയായിരിക്കുമ്പോൾ ഇത് കൊണ്ടുവന്നതാണ്. പിന്നീട് അത് മാറ്റിക്കളഞ്ഞു. മാത്രമല്ല ബില്ല് കൊടുക്കാനുള്ള അധികാരം ഉദ്യോഗസ്ഥന്മാരിൽ നിന്ന് എടുത്തു മാറ്റി കമ്പ്യൂട്ടറിന് കൊടുക്കുകയാണ്. അപ്പോൾ ബില്ല് മാറി കൊടുക്കുക. ആദ്യം നൽകുന്ന ആളിന് ആദ്യം ബില്ല് കൊടുക്കും. അതിനും ഒരു സോഫ്റ്റ്വെയർ ഉണ്ട്. ആ സോഫ്റ്റ്വെയർ പ്രിൻ്റ് ഔട്ട് ചെയ്യുമ്പോൾ അതിൽ എഴുതി വരുന്ന കമ്പനിക്ക് എഴുതി വരുന്ന തുക മാത്രമേ കൊടുക്കാനൂ. അതായത് അയാളുടെ അധികാരം ഉപയോഗിച്ച് ഒരാൾക്ക് കൂടുതൽ പൈസ കൊടുക്കാനോ ഒരാൾക്കൊരു ആനുകൂല്യം ചെയ്യാനോ ഇനി KSRTCയിൽ പറ്റാത്ത വിധത്തിൽ മാറ്റം വരുത്തുകയാണ്. കറപ്ഷൻ ഒഴിവാക്കുക എന്നുള്ളതാണ്. ഒരുവിധ കറപ്ഷൻ ഒഴിവാക്കാനുള്ള ഒരു സിസ്റ്റത്തിലേക്ക് കൊണ്ടുവരാൻ. അത്തരത്തിൽ പല താല്പര്യങ്ങൾ കൊണ്ടും ചിലർ ഇങ്ങനെ പൈസ ചില ആൾക്ക് പരിചയമുള്ളവർക്ക് നേരിട്ട് മാറി കൊടുക്കും. എന്തെങ്കിലും പല പല കാരണങ്ങളാണ്, പല റീസൺസ് ഉണ്ട് അതിന്. അപ്പോൾ ഇനി അങ്ങനെ ഉണ്ടാകരുത് എന്ന് തീരുമാനിച്ചുകൊണ്ടാണ് നമ്മൾ ഇക്കാര്യങ്ങളാണ് ഞാൻ എന്തൊക്കെയാണ് ട്രാൻസ്പെറൻ്റ് ആയിട്ട് ചെയ്യാൻ പോകുന്നത്, ചിലവ് കുറയ്ക്കാണ്ട് ചെയ്യുന്നത് യൂണിയൻകാരോട് പറഞ്ഞു. അവർക്കത് വളരെ സ്വീകാര്യമായി. മാത്രമല്ല അവരുടെ ഭാഗത്തുനിന്ന് ഞാൻ 2-3 ദിവസത്തിനുള്ളിൽ അവർ ഓരോരുത്തരും 3 അംഗീകൃത യൂണിയനോടും ഇതുപോലെ ചിലവ് കുറയ്ക്കാൻ ഞാൻ പറഞ്ഞതിനപ്പുറത്തുള്ള എന്തെങ്കിലും സജഷൻ ഉണ്ടെങ്കിൽ അവർ എഴുതി തരാൻ പറഞ്ഞിരിക്കുക. എഴുതി തരികയും പറയുകയും ചെയ്യും. അവരുമായിട്ട് വരും ദിവസങ്ങൾ ഒറ്റയ്ക്കൊറ്റയ്ക്ക് അവർ വരുമ്പോൾ ഞാൻ സംസാരിക്കും. അവർ തരുന്ന ആശയങ്ങൾ എടുക്കും. ടോട്ടൽ KSRTCയുടെ നിയന്ത്രണം, ഷെഡ്യൂളിംഗ്, അക്കൗണ്ട്സ്, പർച്ചേസ്, സ്റ്റോക്ക് മാനേജ്മെൻറ്റ്, എല്ലാ കാര്യങ്ങളും ഒരു സോഫ്റ്റ്വെയറിലേക്ക് മാറും. അതായത് ഞാൻ മന്ത്രി സാറെന്ന് പോയാലും ഇപ്പോഴത്തെ MD മാറിപ്പോയാലും മറ്റൊരു മന്ത്രി വന്നാലും ആര് തന്നെ മാറിപ്പോയാലും സിസ്റ്റത്തെ ഇനി പൊളിക്കാൻ പറ്റാത്ത വിധത്തിലേക്ക് ഒരു സിസ്റ്റത്തിൽ കൊണ്ടുവരും. അല്ലാതെ ഇത് പെർമനൻറ്റ് സൊല്യൂഷൻ അല്ലാതെ ഇതിനൊരു അവസരം ഇത് രക്ഷപ്പെടില്ല. ഞാൻ പണ്ട് കൊണ്ടുവന്ന പല പരിഷ്കാരങ്ങളും പിന്നെ എടുത്തു കളഞ്ഞു. അതുകൊണ്ട് പരിഷ്കാരങ്ങളെ മാറ്റാൻ പറ്റാത്ത വിധത്തിൽ ഒരു ഒരു ഫുൾ കൺട്രോൾ ചെയ്യുന്ന ഒരു അഡ്മിനിസ്ട്രേഷൻ മുഴുവൻ കൺട്രോൾ ചെയ്യുന്ന ഒരു സോഫ്റ്റ്വെയറിലേക്ക് കൊണ്ടുവരും. ഇപ്പോൾ പിന്നെ ഈ റിപ്പോർട്ട് റിപ്പോർട്ടുണ്ട്. അതിൽ സുശീൽ ഖന്ന റിപ്പോർട്ടിൽ എന്താണ് പറയുന്നത് വെച്ചാൽ ഇവിടെ ഒരു പേഴ്സണൽ മാനേജർ ഇല്ല, പിന്നെ അക്കൗണ്ട്സ് ആളില്ല, അക്കൗണ്ട് സെക്ഷൻ ഇല്ല. അതെല്ലാം മാറും. ഈ കമ്പ്യൂട്ടർ വരുന്നതോടെ അതിൻ്റെ ഒന്നും ആവശ്യമില്ല. കണക്ക് എൻട്രി ചെയ്ത് കൊടുക്കുന്ന ഡേറ്റ എൻട്രി മാത്രമേ ഉള്ളൂ, ബാക്കിയെല്ലാം അത് തരും. അപ്പോൾ അത്തരത്തിലുള്ള പോസ്റ്റുകൾ ഉണ്ടാക്കാതെ, ചിലവുകൾ ഉണ്ടാക്കാതെ, അത്തരം അഡ്മിനിസ്ട്രേഷൻ സ്റ്റാഫിനെ വയ്ക്കാതെ ഈ കമ്പ്യൂട്ടർ തന്നെ ഇതെല്ലാം ജസ്റ്റ് അതിന് ഡേറ്റ എൻട്രി മാത്രമേ ഉണ്ടാവൂ. ഡേറ്റ എൻട്രി കൊടുക്കുമ്പോൾ നമുക്ക് എല്ലാത്തിൻ്റെയും കൺട്രോൾ കിട്ടും. അപ്പോൾ MDക്ക് അല്ലെങ്കിൽ ജോയിൻറ്റ് MDക്ക് അദ്ദേഹത്തിൻ്റെ മേശയിൽ ഇരുന്നു കൊണ്ട് ഇത് മുഴുവൻ കൺട്രോൾ ചെയ്യാൻ പറ്റും. അപ്പോൾ നിങ്ങളുടെ മുമ്പിൽ ആ ഒരു കാര്യം പറയണമെങ്കിൽ അങ്ങോട്ട് കമ്പ്യൂട്ടർ തിരിച്ച് വന്ന് വെച്ച് തന്നാൽ എല്ലാം ട്രാൻസ്പെറൻ്റ് ആയിട്ട് കാണുന്ന രീതിയിലേക്ക് KSRTC മാറും. ഒറ്റ സോഫ്റ്റ്വെയറിൻ്റെ കീഴിൽ വരും. ഇപ്പോൾ ഒന്നുമില്ല, അക്കൗണ്ടിങ് ഒന്നുമില്ല, അതെല്ലാം ഉണ്ടാക്കാൻ പോകുന്നുള്ളൂ. അക്കൗണ്ടിങ് വരുന്നു, ഈ പർച്ചേസ് വരുന്നു, ബില്ല് കൊടുക്കുക, പർച്ചേസ് ചെയ്തതിൻ്റെ ബില്ല് കൊടുക്കുക. അവിടെയാണ് കറപ്ഷൻ നടക്കുന്നത്. അൺനെസസറി ആയിട്ട് ഒരാളിൽ നിന്ന് കുറേ സാധനം വാങ്ങി വയ്ക്കുന്നു. ഇപ്പോൾ 3 മന്ത്സ് ഇൻവെൻട്രി സിസ്റ്റം വരുമ്പോൾ അനാവശ്യമായ സാധനങ്ങൾ പർച്ചേസ് ചെയ്യില്ല, എന്നാൽ എല്ലാ സാധനങ്ങളും കാണും. അതിൻ്റെ പണം മാത്രം കമ്പനിക്ക് കൊടുക്കും. ഒരു കമ്പനിയോട് നമ്മൾ 5000 ബാറ്ററിക്ക് ടെൻഡർ ചെയ്താൽ 5000 ബാറ്ററി അവരുടെ നിന്ന് തന്നെ വാങ്ങിക്കും. പക്ഷേ 2 കൊല്ലം കഴിഞ്ഞായിരിക്കും ചിലപ്പോൾ
4900 ബാറ്ററി വരുന്ന 2 കൊല്ലം കഴിഞ്ഞ് അതിവിടെ വാങ്ങി വെച്ചാൽ ചീത്തയായി പോകും. ടയർ ഇരുന്നാൽ ചീത്തയായി പോകും. അപ്പോൾ അതുകൊണ്ട് ഫ്രഷ് സ്റ്റോക്ക് നമുക്ക് കിട്ടും. 3 മാസത്തേക്കുള്ള സാധനം വാങ്ങും. അപ്പോൾ നമുക്ക് അവരുടെ പേയ്മെൻറ്റ് കൊടുക്കാൻ പറ്റും. നമ്മുടെ കയ്യിൽ സഫീഷ്യൻ്റായിട്ട് മിച്ചം പൈസ വന്നാൽ മാത്രമേ ജീവനക്കാരുടെ ശമ്പളത്തിലേക്കും മറ്റു കാര്യങ്ങളിലേക്കുമൊക്കെ KSRTC തിരിച്ചു വരാൻ പറ്റത്തുള്ളൂ. അതുകൊണ്ട് വളരെ പ്രൊഫഷണലായിട്ടുള്ള ഒരു സോഫ്റ്റ്വെയർ ആയിരിക്കും അത്. നമ്മൾ ഇന്ത്യയിൽ കിട്ടുന്ന ഏറ്റവും നല്ല കമ്പനികളെ കൊണ്ട് ചെയ്യിക്കാൻ നിർദ്ദേശം കൊടുക്കുന്നു. അതിന് മുടക്കുന്ന പണം നമുക്ക് ലാഭമാണ്. അല്ല, ഒരു സിസ്റ്റം മാറില്ല. കണക്കെല്ലാം കറക്റ്റ് കണക്ക്. ഇവിടെ ഒരു സിസ്റ്റം ഇല്ലല്ലോ, മാറാൻ ഒരു സിസ്റ്റം ഇല്ലാത്തടത്തൊരു പുതിയ സിസ്റ്റം കൊണ്ടുവരികയാണ്. ഈ സിസ്റ്റം എന്ന് വെച്ചാൽ ടോട്ടലി ആർക്കും ഭരിക്കാവുന്നൊരു സാധനമില്ല. ഇപ്പോൾ നമ്മൾ ഒരു സ്വിച്ച് ഇട്ട് കൊടുത്താൽ ആർക്കും വണ്ടി ഓടിക്കോളും എന്ന് പറയുന്ന പോലെ ഒരു സംവിധാനത്തിലേക്കാണ് കൊണ്ടുവരുന്നത്. ആരിരുന്നാലും XYZ ആരിരുന്നാലും നമ്മൾ ഈ സോഫ്റ്റ്വെയർ ഉണ്ടെങ്കിൽ മാനേജ് ചെയ്ത് പൊക്കോളും. നമുക്കറിയാം, കാര്യം അറിഞ്ഞാൽ മാനേജ് ചെയ്യാൻ എളുപ്പമുണ്ടല്ലോ. ഇപ്പോൾ തിരുവനന്തപുരം സിറ്റിയിൽ ഓടുന്ന ബസ്സുകൾ, ഈ ചെറിയ ബസ്സുകൾ ഓടുന്നുണ്ട്. വൈദ്യുതിയാണെന്ന് പറഞ്ഞിട്ട് കാര്യമില്ല, ഭയങ്കര നഷ്ടമാണത്. അത് ലാഭം എന്ന് പറയാൻ പറ്റില്ല, തുച്ഛമായ ലാഭമാണ് അതിന് പലപ്പോഴും കിട്ടുന്നത്. കാരണം മിക്കവാറും ബസ്സിന് ആളില്ല. 10 രൂപ വെച്ച് ഓടുമ്പോഴത്തേക്കും ഒരു 100 പേര് ഒരു ബസ്സിൽ കയറാൻ സൗകര്യമില്ല. അതിനകത്ത് 100 പേര് കയറിയെന്ന് വയ്ക്കൂ, 100 പേര് കയറാനൊക്കില്ല ബസ്സിനകത്ത്. 10 രൂപ എത്ര രൂപ കിട്ടും? 1000 രൂപ കിട്ടും. അതിന് കറണ്ട് ചാർജ് എത്ര വേണം? ഡ്രൈവറെ ശമ്പളം എത്ര വേണം? 28 പൈസ വെച്ച് സ്വിഫ്റ്റിന് കൊടുക്കണം, 28 രൂപ വെച്ച് ഒരു കിലോമീറ്റർ. അപ്പോൾ 100 കിലോമീറ്റർ ഓടുമ്പോൾ എന്താ മിച്ചമുണ്ട്? 200 കിലോമീറ്റർ ശരാശരി ഓടുന്നുണ്ട്. കണക്ക് വളരെ സിമ്പിളായിട്ട് നിങ്ങൾ കേൾക്കണം. 10 രൂപ വെച്ച് ആ വണ്ടിയിൽ 100 പേര് കയറാൻ പറ്റത്തില്ല, എങ്കിലും ഒരു 100 പേര് കയറിയെന്ന് നിങ്ങൾ കണക്കാക്കുക. 10 രൂപ വെച്ചിട്ട് 1000 രൂപയായി. 228 രൂപ വെച്ച് KSRTC ഇതിൽ നിന്ന് കളക്ഷനിൽ നിന്നും സ്വിഫ്റ്റിന് കൊടുക്കണം. ഒരു കിലോമീറ്റർ 28 രൂപ വെച്ച് ഒരു ദിവസം 200 കിലോമീറ്റർ ഓടും. കറണ്ട് ചാർജ് KSRTC കൊടുക്കണം. ഇതിൻ്റെ ലാഭം എത്ര ഉണ്ടാവും എന്ന് സിമ്പിളായിട്ട് നോക്കുക. ഇങ്ങനെയൊക്കെയുള്ള കളികൾ നമുക്ക് KSRTC ഇന്നത്തെ ഒരു സാഹചര്യത്തിൽ കളിക്കാൻ പറ്റത്തില്ല. അതൊക്കെ മാറ്റും. അങ്ങനെ എന്തോ ഇല്ല, മൊത്തത്തിൽ മാറ്റില്ല. അതിൽ ആളില്ലാത്ത സാധനം. ഇപ്പോൾ ഉദാഹരണം ഞാൻ പറയാം. തിരുവനന്തപുരം പേരൂക്കടയിൽ നിന്ന്, ഞാൻ അവിടെയാണ് താമസിക്കുന്നത്. അവിടുന്ന് വരുമ്പോൾ ഒരു 10 മണിക്ക് മുമ്പേ ആണെങ്കിൽ നല്ല വണ്ടിയിൽ ആളുണ്ട്. കാരണം എല്ലാ സിവിൽ സ്റ്റേഷനിലേക്ക് ആളുകൾ പോവുകയാണ്. 10 മണിക്ക് സിവിൽ സ്റ്റേഷൻ എല്ലാവരും പഞ്ച് ചെയ്ത് കയറി കഴിഞ്ഞാൽ തുടർച്ചയായിട്ട് പിന്നെ 3 വണ്ടി പോകുന്നുണ്ട്. അതിൽ ആരുമില്ല സിവിൽ സ്റ്റേഷനിലേക്ക്. നിങ്ങൾക്ക് വേണമെങ്കിൽ പരിശോധിക്കാം. അത്തരത്തിലുള്ള മുഴുവൻ റൂട്ടുകളും ഇവിടെ പിന്നെ ഓപ്പറേഷൻസിൻ്റെ ആളുണ്ട്, ജോയിൻറ്റ് MD ഉണ്ട്, ഞങ്ങൾ എക്സിക്യൂട്ടീവ് ഡയറക്ടറുണ്ട്. ഞങ്ങൾ തീരുമാനിച്ചിരിക്കുന്ന, ഞാൻ കൂടി ഇരുന്നുകൊണ്ട് പരീക്ഷണ അടിസ്ഥാനത്തിൽ തിരുവനന്തപുരം ജില്ലയിൽ ആദ്യമായിട്ട് ഈ കംപ്ലീറ്റ് റൂട്ടുകളും റീഷെഡ്യൂൾ ചെയ്യാൻ ആലോചിക്കുക. നഷ്ടത്തിലോടുന്ന റൂട്ടുകളെല്ലാം റീഷെഡ്യൂൾ. അതിൻ്റെ അർത്ഥം ഓടിക്കൊണ്ടിരിക്കുന്ന എല്ലാ വണ്ടിയും നിർത്തുമെന്നല്ല, ഓടിക്കൊണ്ടിരിക്കുന്ന വണ്ടികളെ ഓൾട്ടർ ചെയ്യും, സമയം ചിലപ്പോൾ മാറ്റും. അതിൻ്റെ ഇത് അങ്ങനെയുള്ള മാറ്റങ്ങളാണ്. അല്ലാതെ വണ്ടിയെല്ലാം കൂടെ എടുത്ത് കളയുമെന്നോ MLA മാരും ജനപ്രതിനിധികളൊന്നോ അതിലൊരു ഇത് കേട്ടിട്ട് ഫ്രാൻറ്റിക് ആവണ്ട, വെപ്രാളപ്പെടണ്ട, അങ്ങനെയൊന്നും ചെയ്യില്ല. ഞാനോട് ഇരുന്നിട്ട് എന്താണ് ചെയ്യുന്നത് ഞാനോട് അറിയണമല്ലോ. കാരണം ഞാൻ യൂണിയൻകാരോടും പറഞ്ഞിട്ടുണ്ട്, ഞാൻ കൂടെ ഇരുന്നിട്ടായിരിക്കും. ഇച്ചിരി സമയം ഞാൻ മെനക്കെടണമെന്നുള്ളൂ. ഞാനോട് ഇരുന്നിട്ട് ഈ ഷെഡ്യൂളുകൾ ഇപ്പോൾ അവർ കണ്ടെത്തിയിട്ടുണ്ട്. അതുപോലെ ലോങ് ഡിസ്റ്റൻസ് വണ്ടികളിൽ ചില സ്ഥലം കഴിഞ്ഞാൽ പിന്നെ ആരുമില്ല വണ്ടിയിൽ. അപ്പോൾ അതിൻ്റെ എല്ലാം വാലങ്ങ് മുറിക്കും. വാല് മുറിക്കുമ്പോൾ നമുക്ക് 30, 40, 50 കിലോമീറ്റർ ഓടാതിരിക്കുമ്പോൾ കിട്ടുന്ന ഡീസലിൻ്റെ സേവിങ് തന്നെ നമുക്ക് ഭയങ്കരമായ സേവിങ് ഉണ്ടാകും. ഡീസലാണ് നമ്മൾ ഏറ്റവും കൂടുതൽ ചിലവാക്കുന്നത്. ഒരു ദിവസം കിട്ടുന്ന വരുമാനത്തിൻ്റെ പകുതിയും കൊണ്ടുപോകുന്ന ഡീസലാണ്. അപ്പോൾ കൂടുതൽ മൈലേജുള്ള വണ്ടി വേണം. 2001 ഞാൻ മന്ത്രിയായിരിക്കുന്ന കാലത്ത് KSRTCയുടെ വണ്ടിയുടെ മാക്സിമം ആയുസ് 12 വർഷമായിരുന്നു 2001. അത് 2002 ഞാൻ രാജിവെക്കുമ്പോൾ 2003 രാജിവെച്ച് പോകുമ്പോൾ അത് 9 വർഷമായിരുന്നു മാക്സിമം. ഇപ്പോൾ അതിൻ്റെ കണക്ക് 15 വർഷമാണ് ആയുസ്. 15 വർഷം എന്ന് പറഞ്ഞാൽ ഈ 15 വർഷം കഴിഞ്ഞ വണ്ടികൾ മുഴുവൻ ഇന്ത്യയിലെ ഇന്നത്തെ നിയമം അനുസരിച്ച് സ്ക്രാപ്പ് ചെയ്യാൻ സമയമായിരിക്കും. അപ്പോൾ അതിൻ്റെ ഒരു ഏജ് കുറച്ച് കൊണ്ടുവരണം. ഏജ് കുറച്ച് കൊണ്ടുവരുമ്പോൾ നമുക്ക് കുറച്ചുകൂടി എഫിഷ്യൻ്റ് ആയിട്ടുള്ള സർവീസ് കിട്ടും. അതുകൊണ്ട് വില കുറഞ്ഞ ഈ ഇലക്ട്രിക് ബസ് വാങ്ങിക്കുന്നതിന് യോജിപ്പില്ല. കാരണം ഇലക്ട്രിക് ബസ് പേഴ്സണലി പറഞ്ഞു കഴിഞ്ഞാൽ എൻ്റെ അറിവനുസരിച്ച് ഇലക്ട്രിക് ബസ് ഒരു സക്സസ് ആയി ആരും തെളിയിക്കപ്പെട്ടിട്ടില്ല. 1. 2, ഈ ഇലക്ട്രിക് ബസ്സിൻ്റെ സൈസിലുള്ള ഒരു ചെറിയ ബസ് ഡീസൽ വണ്ടി നമ്മൾ വാങ്ങിച്ചാൽ 24 ലക്ഷം രൂപ കൊടുത്താൽ മതി. ഇതിന് 1 കോടി രൂപ കൊടുക്കണം. 99 ലക്ഷം രൂപയാണ് ഈ ഒരു വണ്ടിയുടെ വില. അപ്പോൾ ഈ ഒരു വണ്ടിയുടെ വിലയ്ക്ക് 4 വണ്ടി വാങ്ങിക്കാം. അപ്പോൾ നാട്ടിൽ ഇഷ്ടംപോലെ വണ്ടി കാണും. ഇത് എത്ര നാൾ പോകും എന്നുള്ള കാര്യം അവർക്ക് ഉണ്ടാക്കിയവർക്ക് അറിയത്തില്ല, എനിക്കും അറിയത്തില്ല, ദൈവം തമ്പുരാന് മാത്രമേ അറിയാവൂ എന്നാണ് യാഥാർത്ഥ്യം. ഇലക്ട്രിക് ബസ് ആർക്കെങ്കിലും ഉറപ്പ് പറയാൻ പറ്റുമോ? 1 കോടി രൂപയാണ് ഒരു വണ്ടിയുടെ വില. 1 കോടി രൂപ അടുത്തായി, 99, 98 വില.
ആ വിലയ്ക്ക് 4 പേരെ ചെറിയ വണ്ടി വാങ്ങിക്കാം, ഡീസൽ വണ്ടിയാണ്. അതാകുമ്പോൾ മലയോര പ്രദേശം, ഇതിപ്പോൾ നമുക്ക് പൊന്മുടിക്ക് പോകാൻ പറ്റുമോ? ഇത് പൊന്മുടിക്ക് പോകാൻ പറ്റില്ലല്ലോ, ഇവിടെ കിടന്നോളാനില്ലേ. അതിൽ തന്നെ ലാഭകരമല്ലാത്ത എല്ലാം മാറ്റിയിട്ട് വേറെ മേഖലകളിലേക്ക് വിടും. സിറ്റിയിൽ തന്നെ വേറെ സ്ഥലം ഈ പറഞ്ഞ കണക്ക് ഉച്ചയ്ക്ക് 10 മണിക്ക് എല്ലാവരും സിവിൽ സ്റ്റേഷനിൽ കയറി കഴിഞ്ഞാൽ കാലിയായിട്ട് വണ്ടി അങ്ങോട്ട് പോവുകയാണ്. ഇന്ന് KSRTC MD തന്നെ കണ്ടിട്ട് പറയുമായിരുന്നു കാലിയായിട്ട് പോവുകയാണ്. അതേസമയം ഞാനിന്ന് കഴക്കൂട്ടത്ത് പോയിരുന്നു. ശ്രീകാര്യം മുതൽ ചെമ്പഴന്തി വരുന്ന റൂട്ടിലേക്ക് വണ്ടി ഫുള്ളായി വരുന്നുണ്ട്, നല്ല ആളുണ്ട് അവിടെ. അത് നോക്കിയിട്ട് ടിക്കറ്റിൻ്റെ കണക്കറിയാമല്ലോ, അത് നോക്കിയിട്ട് എല്ലാം ഒന്ന് ഓൾട്ടർ ചെയ്യും. ഇത് ഒരു കാര്യം ആലോചിക്കണം, ഇത് 10 രൂപ വാങ്ങിച്ച് മുന്നിൽ പോകുമ്പോൾ അതിൻ്റെ പുറകിൽ ഡീസൽ അടിച്ച് 2.5-3 കിലോമീറ്റർ മാത്രം കിട്ടുന്ന 15 വയസ്സായ പഴയ KSRTC ബസ് പുറകെ പോകുന്നുണ്ട്. അത് വേറൊരു റേറ്റാണ്, അതിന് ഈ 10 രൂപയുടെ റേറ്റല്ല. അതിൻ്റെ പുറകിൽ പ്രൈവറ്റ് ബസ്സുകാരൻ വരുന്നുണ്ട്. ഇപ്പോൾ എല്ലാവരുടെയും വയറ്റത്തടിച്ചു, ആട്ടോറിക്ഷക്കാരുടെയും വയറ്റത്തടിച്ചു. ആട്ടോറിക്ഷക്കാരും തൊഴിലാളികളാണ്. ഒരു ഗതാഗത മന്ത്രിയെ സംബന്ധിച്ച് ആട്ടോറിക്ഷക്കാരും അയാളുടെ ജോലിയുടെ ഭാഗമാണ്, അയാളുടെ ചുമതലയുടെ കീഴിലുള്ളതാണ്. അവരെയും സംരക്ഷിക്കേണ്ട ചുമതല ഒരു ഗതാഗത മന്ത്രിക്കുണ്ട്. അതൊന്നുമല്ല, അങ്ങനെ പറഞ്ഞില്ല. KSRTCയിൽ കലാകാലങ്ങളായി വന്നിട്ടുള്ള കാര്യങ്ങൾ ഉണ്ടാക്കിയ ദോഷമാണ്. അത് ആരെയും കുറ്റം പറയേണ്ട, അതിനകത്ത് തൊഴിലാളിയെയും കുറ്റം പറയേണ്ട, മാനേജ്മെൻറ്റിനെയും കുറ്റം പറയേണ്ട. പല കാര്യങ്ങളും മുഖ്യമന്ത്രിയുടെ നേതൃത്വത്തിൽ ഇരുന്ന് തീരുമാനിച്ച കാര്യങ്ങൾ പോലും സുശീൽ ഖന്ന റിപ്പോർട്ടടക്കം പലതും നടപ്പിലാക്കേണ്ട സമയത്ത്. അതുകൊണ്ടാണ് ഞങ്ങളൊരു യുദ്ധകാലാടിസ്ഥാനത്തിൽ ഒരു സോഫ്റ്റ്വെയറിലേക്ക് മാറുന്നതോടുകൂടി ഇതിൻ്റെ കൺട്രോൾ എവിടെയാണെന്ന് ആർക്കും അറിയാൻ പറ്റും. ഇപ്പോൾ മുഖ്യമന്ത്രിക്കാണെങ്കിലും MDക്കാണെങ്കിലും മന്ത്രിക്കാണെങ്കിലും ഇത് എവിടെ നിൽക്കുന്നു ഇന്ന് എന്നറിയാൻ പറ്റും. എത്ര സ്പെയർ പാർട്സ് ഇരിപ്പുണ്ട്, ഏതൊക്കെ വണ്ടി ഓടുന്നു, ഏതൊക്കെ ഓടുന്നില്ല. ഇപ്പോൾ 900-ഓളം വണ്ടി ഓടാതെ കിടക്കുകയാണ്. അതിൽ അടിയന്തരമായി ചെറിയ പൈസ ചിലവാക്കി ഇറങ്ങാൻ പറ്റുന്ന മുഴുവൻ വണ്ടികളും ജോയിൻറ്റ് MDയോട് ഇന്ന് നാളെയായിട്ട് ലിസ്റ്റ് എടുക്കാൻ പറഞ്ഞിരിക്കുക. ആ വണ്ടികൾ ആദ്യം ഇറക്കും, എല്ലാ വണ്ടി ഇറക്കും, മാക്സിമം വണ്ടി. പിന്നെ ഒരു കുറച്ചുകൂടി എമൗണ്ട് കൂടിയ വണ്ടികൾ പുറകെ ഇറക്കും. 10 ലക്ഷം രൂപ 15 ലക്ഷം രൂപ ചിലവാക്കേണ്ട വണ്ടികളുണ്ട്, സ്കാനിയ പോലുള്ള വണ്ടികൾ, അത് പുറകെ ഇറക്കും. ആദ്യം ചിലവ് കുറഞ്ഞ വണ്ടികളെല്ലാം കൂടി ഇറക്കുമ്പോൾ കുറേ നമ്പറിങ് ഇറങ്ങും. വാങ്ങുന്നതിനോട് എനിക്ക് യോജിപ്പില്ല, ഞാൻ അതിനോട് സഹകരിക്കാൻ ഉദ്ദേശിക്കുന്നത്. അത് അത്തരം അതെ. പക്ഷേ അത് ഭയങ്കര നഷ്ടമായി കലാശിച്ചിരിക്കുകയാണ്. കാരണം അതിനകത്ത് ഇലക്ട്രിക് ബസ് എന്നുള്ള ആശയം മുഖ്യമന്ത്രി പറഞ്ഞ പരിസ്ഥിതി മലിനീകരണമില്ല, നമുക്ക് പിന്നെ ലാഭമാണെന്ന് നമ്മൾ കരുതിയെങ്കിലും അതിൻ്റെ ഡ്യൂറബിലിറ്റിയെ പറ്റി നിങ്ങൾക്ക് വല്ല ഉറപ്പുണ്ടോ? MBDക്ക് കാർ എടുത്തിട്ടുണ്ട്, അല്ലെങ്കിൽ ഓരോ കാറിൻ്റെ കണ്ടീഷൻ നിങ്ങൾ അന്വേഷിച്ചിട്ടുണ്ടോ? നമ്മൾ വളരെ എന്താ പറയുക, ഓരോ പണവും KSRTC സംബന്ധിച്ച് ഓരോ പൈസയും വിലപ്പെട്ടതാണ്. ഇപ്പോൾ കുറച്ചേ ഉള്ളൂ, വളരെ കുറച്ചേ ഉള്ളൂ. 20 വണ്ടി അങ്ങോട്ട് വരാം അല്ലേ, ഇനി 20 വണ്ടി അങ്ങോട്ട് വരാം. അതിന് പറ്റുന്ന സ്ഥലങ്ങളിലൊക്കെ. ഇത് KSRTC സംബന്ധിച്ച് നിങ്ങളെല്ലാം മനസ്സിലാക്കണം, KSRTC ഏറ്റവും കൂടുതൽ ഓടുന്നത് റെയിൽവേ ഇല്ലാത്ത മേഖലയാണ്. പത്തനംതിട്ട, ഇടുക്കി, കൊല്ലം ജില്ലയുടെ കിഴക്കൻ മേഖല, തിരുവനന്തപുരം ജില്ലയുടെ കിഴക്കൻ മേഖല. KSRTCക്ക് പണം ഉണ്ടാക്കി കൊടുക്കുന്നത് ആ മേഖലയാണ്. ഇപ്പോൾ നമ്മൾ വയനാട് പോകുന്നു, ട്രെയിനില്ലല്ലോ. ഈ ട്രെയിൻ പോകുന്നിടത്ത് പല സ്ഥലത്തും ആളുകൾ KSRTC ആശ്രയിക്കില്ല, കാരണം KSRTCക്കാരും ചാർജ് കുറവാണ്. പിന്നെ എങ്ങും നിർത്താതെ അങ്ങ് പോകും. ഇവിടുന്ന് കോട്ടയത്തേക്ക് പോകുന്ന ഒരാൾ 3 മണിക്കൂർ കൊണ്ട് ട്രെയിനിലെത്തും, പൈസയും കുറച്ച് കൊടുത്താൽ മതി. KSRTC കയറിയാൽ വെഞ്ഞാറമ്മൂട്, പന്തളം, കൊട്ടാരക്കര, അടൂർ, ഇങ്ങനെ കയറി 6-6.5 മണിക്കൂർ കൊണ്ടേ കോട്ടയത്തെത്തും. ഈ പേടിയുണ്ട് ആളുകൾ, നിങ്ങളായാലും കയറത്തില്ലല്ലോ, പിന്നെ എമർജൻസിക്കല്ലേ കയറുന്നേ. അപ്പം നമ്മൾ ഈ ഉദ്ദേശിക്കുന്ന കിഴക്കൻ മലയോര മേഖലകളിൽ ഉള്ള പ്രശ്നങ്ങൾ, അവിടെയുള്ള ആളുകൾ, തോട്ടം തൊഴിലാളികൾ, പട്ടികജാതി പട്ടികവർഗത്തിൽപ്പെട്ട ആദിവാസി മേഖലയിലുള്ള ആളുകൾ, അവിടെയൊക്കെ ഇലക്ട്രിക് ബസ് കൊണ്ട് പോകാനൊക്കത്തില്ല, കയറില്ലല്ലോ. അത് സിറ്റിയിൽ പറ്റും. ഇപ്പോൾ സിറ്റിയിൽ വരുവാണെങ്കിൽ ആറ്റിങ് വരെ പോകാം, നമുക്ക് കൊല്ലം വരെ പോകാം, തിരിച്ചു വരാം. കോവളം ടെക്നോ പാർക്കിൽ നിന്നൊരു വണ്ടി കോവളത്തേക്ക് തുടങ്ങാൻ പറഞ്ഞിട്ടുണ്ട്, സർവീസ് റോഡിലൂടെ. അത് മെയിൻ റോഡിൽ കൂടെ ആരും കയറില്ല, ഹൈവേ കൂടെ. അപ്പോൾ തിരുവല്ലത്തിൽ നിന്ന് ടോൾ ഒഴിവാക്കി തിരുവല്ലത്ത് നിന്ന് കറങ്ങി അങ്ങനെ ഒരു ബസ് ഓടിച്ചു നോക്കാൻ പറഞ്ഞിട്ടുണ്ട്. അങ്ങനെ വരും, അങ്ങനെയുള്ള മാറ്റങ്ങളാണ് വരുന്നത്. ഇത് കൊള്ളത്തില്ലെന്നോ അല്ലെങ്കിൽ ചീത്തയായി പോയെന്നല്ല അതിൻ്റെ അർത്ഥം, മനസ്സിലായോ? ഇത് ഫീസിബിൾ ആക്കണം. പക്ഷേ ഇതിനെ ഡ്യൂറബിലിറ്റിയെ പറ്റി ഏത് കമ്പനിയാണ് ഇതിൻ്റെ വണ്ടി ഇത്ര വർഷം ബാറ്ററിക്ക് ഗ്യാരണ്ടി ഉണ്ടെന്ന് ഉറപ്പ് പറഞ്ഞത് ഉണ്ടോ? ഞാൻ കണ്ടില്ല, അതാണ് ഞാൻ ചോദിച്ചത്. ഇന്ത്യയിൽ എവിടെയും കണ്ടതായിട്ട് ഓർക്കുന്നില്ല. ഇങ്ങനെ പറയുന്നതല്ലാതെ ആരും പറയുന്നില്ല.
MBDയുടെ വണ്ടി നമുക്ക് MBDക്കൊന്നും അത് പറ്റില്ല. കാരണം എന്താ പറയുക, MBD ഒരു എൻഫോഴ്സ്മെൻറ്റ് ഫോഴ്സാണ്, അത് പോലീസ് പോലൊരു ഫോഴ്സാണ്, യൂണിഫോംഡ് ഫോഴ്സാണ്. അവർ പലപ്പോഴും ചില വണ്ടികളെ ചേസ് ചെയ്ത് പിടിക്കേണ്ടി വരും, അവർ ചില ദുർഘടമായ വഴികളിലോ പോകേണ്ടി വരും. അവിടെയൊന്നും ഇത് പോവില്ല. ഉണ്ട്, കണക്കുണ്ട്, എൻ്റെ ഇരിപ്പുണ്ട്. അല്ല, എഫിഷ്യൻസി ഫൈൻ അടിക്കുന്ന തന്നെ എഫിഷ്യൻസി അതിൻ്റെ എത്ര ഫൈൻ അടിക്കുന്നു എന്നുള്ളതാണ് എഫിഷ്യൻസി. അതെന്തോ റിഫ്ലക്ഷൻ്റെ എന്തോ സംഭവമാണ്, അത് ലൈറ്റിൽ വന്ന റിഫ്ലക്ഷൻ. കാറിലില്ലാത്ത ആൾ പുറയിരുന്ന് വെച്ച് നമ്മൾ ഫൈനൊന്നും അടിക്കില്ലല്ലോ, അതവിടെ ഇരുന്നോട്ടെ. അതാണ് പറഞ്ഞത്, അത് വളരെ ദയനീയമാണ്. നാളെ കഴിഞ്ഞ് ഞാൻ തരാം. നാളെ അതിൻ്റെ ഓരോ വണ്ടിയുടെയും കോസ്റ്റ് അക്കൗണ്ടിങ് എടുക്കാൻ പറയും. നമ്മൾ കോസ്റ്റ് അക്കൗണ്ടിങ് എന്ന് പറഞ്ഞാൽ ആലോചിക്കണം, 1 കോടി രൂപയുള്ള വണ്ടി ഈ പൈസ കിട്ടിയാൽ മതിയോ? അങ്ങനെ ചിന്തിക്കണം. 1 കോടി രൂപ വിലയുള്ള വണ്ടിക്ക് 5000 രൂപ 2000 രൂപ കിട്ടിയാൽ മതിയോ ഒരു ദിവസം? പോരല്ലോ. അത് നമ്മൾ കോമൺ സെൻസ് ഉപയോഗിച്ച് ആർക്കും മനസ്സിലാവില്ലേ. ചുമ്മാതെയാണോ ഇത് തകരുന്നത്? കേന്ദ്ര ഫണ്ട് തന്നിട്ടില്ല ഇതിനകത്ത്. ഇത് കേന്ദ്ര ഫണ്ടല്ലോ, ഉണ്ടോ? സ്മാർട്ട് സിറ്റിയുടെ അല്ല, കേന്ദ്രം തരുന്നതൊക്കെ വാങ്ങിക്കാം, കുഴപ്പമൊന്നും. തന്നാൽ വാങ്ങിക്കാം, തരുന്നില്ലെന്നാണ് ഞങ്ങളുടെ പരാതി. തരുന്നില്ല, ഇങ്ങനെയുള്ള കാര്യങ്ങൾ കാണുന്നത്. പക്ഷേ ആര് ഓസിന് തന്നാലും നശിപ്പിക്കാൻ ഒക്കത്തില്ല. അതിനെ നഷ്ടത്തിൽ ഓടിച്ചും ഞാൻ എൻ്റെ ഒരു പ്രൗഢിക്ക് വേണ്ടിയിട്ട് അങ്ങനൊന്നും ചെയ്യുന്ന പരിപാടിയില്ല. അങ്ങനെ ഗവൺമെൻറ്റിന് അങ്ങനെ ഒരു കള്ളത്തരം കാണിച്ച് സൽപ്പേര് എടുക്കേണ്ട കാര്യം ഗവൺമെൻറ്റിനില്ല. സത്യസന്ധമായിട്ട് മര്യാദ. അതെ, ഇല്ല, വെട്ടിയൊന്നും കുറയ്ക്കത്തില്ല. നഷ്ടമില്ലെങ്കിൽ, ആളുണ്ടെങ്കിൽ ഒരിക്കലും കുറയ്ക്കത്തില്ല. ആളില്ലെങ്കിൽ ചിലപ്പം ആ ബസ്സിൽ കളക്ഷൻ ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും അത് അവിടെ തന്നെ കാണും. അല്ലെങ്കിൽ ആ കളക്ഷൻ കൂട്ടാൻ പറ്റിയ എന്തെങ്കിലും മാർഗ്ഗം ആരെങ്കിലും പറഞ്ഞാൽ, ഇപ്പോൾ ഒരു അരമണിക്കൂർ മുമ്പേ പോയാൽ ചിലപ്പം കളക്ഷൻ കൂട്ടിയിട്ട്, അല്ലെങ്കിൽ അരമണിക്കൂർ വൈകി പോയാൽ കുറച്ചുകൂടെ, അങ്ങനെ അഡ്ജസ്റ്റ് ചെയ്യത്തുള്ളൂ. അപ്പോൾ ടോട്ടലായിട്ട് കട്ട് ചെയ്ത് കളയത്തില്ല. അതൊന്നും നിർത്തില്ല. അങ്ങനെയൊന്നും ക്രൂരമായ നടപടികളൊന്നും ഉണ്ടാവില്ല. കാരണം എൻ്റെ നാട്ടിലും ഇതേ പ്രശ്നമുണ്ട്, ഒരിക്കലും ചെയ്യത്തില്ല. നമുക്ക് കൈമുടക്കൊന്നുമില്ലല്ലോ. അത് ടൂറിസം ഓപ്പറേഷൻ നടത്തും. നാളെ അത് ഒന്ന് ഓടിച്ച് നോക്കിയിട്ട് ടൂറിസം ഓപ്പറേഷനിലാണ് അത് ഉപയോഗിക്കുക. അല്ലാതെ നമ്മളതൊരു ട്രിപ്പായിട്ട് അടിക്കാൻ പറ്റില്ല. കാരണം അത് ഇതുപോലെ 10 രൂപയ്ക്ക് പോട്ടെ എന്ന് പറയാനൊക്കത്തില്ല. അതൊരു ടൂറിസം ഓപ്പറേഷനായിട്ട് തിരുവനന്തപുരം കാണാൻ വേണ്ടിയിട്ട് ഓപ്പണായിട്ട് അതിൻ്റെ മുകളിൽ ഇരുന്ന് പോകാനൊക്കെ ഉള്ളൊരു ഫെസിലിറ്റിയുള്ള ഒരു അട്രാക്ഷൻ, ട്രിവാൻഡ്രത്തിൻ്റെ ഒരു സ്മാർട്ട് സിറ്റി അട്രാക്ഷൻ എന്നുള്ളതേ ഉള്ളൂ. അല്ലാതെ അതൊരു അത് ലാഭകരമാകും. കാരണം എന്ന് വെച്ചാൽ ടൂറിസം ഓപ്പറേഷൻ ആകുമ്പോൾ വേറൊരു താരിഫാണല്ലോ. അല്ല, അതിനും 2 രൂപയ്ക്ക് ആൾ പോക്കോട്ടെ എന്ന് ഗണേഷ് കുമാർ പറയാൻ പറ്റും? അത് പറ്റത്തില്ല, ഞാൻ പറയത്തില്ല. ആ പഴയ ഡബിൾ ഡെക്കർ വേറെ എങ്ങോട്ടെങ്കിലും ഷിഫ്റ്റ് ചെയ്യും, കേരളത്തിൻ്റെ വേറെ ഏതെങ്കിലും ഭാഗത്തേക്ക് ഷിഫ്റ്റ്, ടൂറിസം അട്രാക്ഷനുള്ള വേറെ സ്ഥലത്തേക്ക് കൊണ്ടുപോകും. 15 വർഷം കഴിയാത്തൊരു വണ്ടിയുടെ മേളുവശം കട്ട് ചെയ്യാം നമുക്ക്. എല്ലാം കൂടെ എൻ്റെ അടുത്ത് തന്നെ പറയണല്ലേ. പദ്ധതി ഉണ്ട്, അതിനുവേണ്ടിയുള്ള എല്ലാ പരിശ്രമങ്ങളും നടത്തുകയാണ്. മുഖ്യമന്ത്രിയുമായി സംസാരിച്ചു, അദ്ദേഹത്തിൻ്റെ അനുമതി എനിക്കുണ്ട്. ഞാൻ അതനുസരിച്ച് ചില പരിപാടികൾ നോക്കുന്നുണ്ട്. അതിൻ്റെ ഒരു ഉറപ്പ് പറയാറായിട്ടില്ല. അത് കിട്ടുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ശമ്പളം ഒന്നിച്ച് കൊടുക്കാൻ, അല്ല സർക്കാർ ശമ്പളം കൊടുക്കുന്ന അവസ്ഥ മാറ്റാനൊക്കത്തില്ല. സർക്കാർ തന്നെയാണ് കൊടുക്കുന്നത്, ഇപ്പോൾ കൊടുക്കുന്നത്, അതേപ്പറ്റി അത് തുടരും. പക്ഷേങ്കിലും ഒരുമിച്ച് കൊടുക്കാൻ പറ്റുമോ എന്നാണ് പരിശ്രമിക്കുന്നത്. അങ്ങനെ ഒരു നീക്കം നടത്തണമെന്ന് മുഖ്യമന്ത്രി എന്നോട് നിർദ്ദേശിച്ചു. അപ്പോൾ അതനുസരിച്ച് ചില ചർച്ചകൾ നടക്കുന്നുണ്ട്. അപ്പോൾ അതിൻ്റെ അവസ്ഥകൾ വ്യക്തമാക്കാൻ ബുദ്ധിമുട്ടുണ്ട്. മുഖ്യമന്ത്രി എന്നോട് പറഞ്ഞത് എങ്ങനെയെങ്കിലും നമുക്ക് ആദ്യത്തെ ഒരു 10-ാം തീയതിക്ക് മുമ്പ് എങ്ങനെയും കൊടുക്കാനുള്ള ഒരു പദ്ധതി എന്തെങ്കിലും കണ്ടുപിടിക്കണം എന്ന് അദ്ദേഹം പറഞ്ഞിരുന്നു. അതിൻ്റെ അടിസ്ഥാനത്തിൽ വർക്കൗട്ട് ചെയ്ത് നോക്കുകയാണ്. ഫലപ്രദമാകുമെന്നറിയില്ല. നമ്മൾ ഉദ്ദേശിക്കുന്ന കാര്യം ഉദ്ദേശിക്കുന്ന പോലെ നടന്നാൽ വിജയിക്കും. ഇപ്പം അതിനെപ്പറ്റി ഉറപ്പൊന്നും പറയാനൊക്കത്തില്ല. അത് ഞാൻ യൂണിയൻ ലീഡേഴ്സിനോട് പറഞ്ഞു, ഞങ്ങൾ ശ്രമിക്കുകയാണ്. ഗവൺമെൻറ് ഭാഗത്ത് മുഖ്യമന്ത്രിയുടെ ഒരു നിർദ്ദേശമുണ്ട്. അദ്ദേഹം എന്നോട് പറഞ്ഞു, മന്ത്രിയായിട്ട് വന്നപ്പോൾ തന്നെ എങ്ങനെയെങ്കിലും നേരത്തെ കൊടുക്കാൻ പറ്റുന്ന എന്തെങ്കിലും സാഹചര്യം നോക്കണം എന്ന് പറഞ്ഞു. അപ്പോൾ അങ്ങനെ ഞാൻ നോക്കിയപ്പോൾ ചില ഐഡിയകൾ വന്നിട്ടുണ്ട്. അത് ശ്രമിക്കുകയാണ്. അത് വിജയിച്ചാൽ വളരെ സന്തോഷം. അതെ, അല്ല, മന്ത്രിസഭാ തീരുമാനം, പണ്ടുള്ളൊരു മന്ത്രിസഭാ തീരുമാനത്തിൽ സ്വിഫ്റ്റ് വഴി വണ്ടി വാങ്ങാനാണ് തീരുമാനം.
അതിൽ മാറ്റമുണ്ടാക്കേണ്ട സാഹചര്യം വരികയാണെങ്കിൽ അപ്പോൾ മന്ത്രിസഭയുടെ ശ്രദ്ധയിൽ കൊണ്ടുവന്ന് മുഖ്യമന്ത്രിയുടെ അനുവാദം വാങ്ങിച്ചിട്ട് അപ്പോഴാലോചിക്കാം. അപ്പോൾ തൽക്കാലം അങ്ങനെ ഒരു മാറ്റമൊന്നും ഉണ്ടാവില്ല. അത് ഗവൺമെൻറ് മന്ത്രിസഭാ യോഗ തീരുമാനമാണ്, പഴയ തീരുമാനമാണ്. അതിലൊരു മാറ്റത്തിൻ്റെ സാഹചര്യം ഇപ്പോഴില്ല. KSRTC വണ്ടികൾ കുറയട്ടെ, അപ്പോൾ നമുക്ക് നോക്കാം. ഈ 15 വർഷം കഴിഞ്ഞ വണ്ടിയൊക്കെ ഇപ്പോൾ സ്ക്രാപ്പ് ചെയ്യുമ്പോൾ എന്താ വേണ്ടെന്നുള്ള കാര്യം മുഖ്യമന്ത്രിയോടും ധനകാര്യമന്ത്രിയോടും ഒക്കെ ആലോചിച്ചിട്ട് നമുക്ക് തീരുമാനിക്കാം. ഇല്ല, അതെല്ലാം ഈ കമ്പ്യൂട്ടർ വരുന്നതോടെ എല്ലാ സോണും നമ്മുടെ കൺട്രോളിലേക്ക് വരും. എന്താ നടക്കുന്നതെന്ന് കൃത്യമായി അറിയാൻ പറ്റും. ഞങ്ങളൊരു വണ്ടി എവിടെയാണ് എന്ന് 2-3 ആപ്പിനെ കുറിച്ച് ആലോചിക്കുന്നുണ്ട്. വേർ ഈസ് മൈ ട്രെയിൻ എന്ന് പറയുന്ന പോലെ വേർ ഈസ് മൈ KSRTC പോലെ ഒരു ആപ്പ് കൊണ്ടുവരാൻ ആഗ്രഹിക്കുന്നുണ്ട്. പിന്നെ ഞങ്ങളുടെ ഒരു കൺട്രോൾ റൂം തിരുവനന്തപുരത്ത് തുടങ്ങാനായിട്ട്, അതായത് വണ്ടികളിലെല്ലാം GPS ഉണ്ട്. അതിനെ ഒന്ന് ഈ ഒരു സോഫ്റ്റ്വെയർ മേക്കിങ്ങിൻ്റെ ഭാഗമായിട്ട് ഒരു വലിയ ഡിജിറ്റൽ വാളിൽ നമ്മുടെ കൺട്രോൾ റൂമിൽ ബസ്സുകൾ എവിടെ നിൽക്കുന്നു, ഏതൊക്കെ ബസ്സുകൾ വരിയായിട്ട് പോകുന്നു, അത് നോക്കാനുള്ളൊരു സംവിധാനമുണ്ട്. വരിയായിട്ട് പോകുന്ന ബസ്സുകളെ റീഷെഡ്യൂൾ ചെയ്യാനുള്ള ഒരു കൺട്രോൾ റൂം എന്നൊരു ലക്ഷ്യമുണ്ട്. അത് ഒരു 3 മാസത്തിനകം ഞങ്ങൾ അത് ഈ സോഫ്റ്റ്വെയർ വരുന്നതോടെ അതെല്ലാം കണക്ട് ചെയ്യാൻ പറ്റും. കാരണം GPS എല്ലാ വണ്ടിയിലും വെച്ചിട്ടുണ്ട്, പക്ഷേ നമുക്കത് ഫലപ്രദമായ അതിൻ്റെ റിസൾട്ട് ഇപ്പോൾ കിട്ടുന്നില്ല. അപ്പോൾ അത് കിട്ടാനുള്ള നടപടിയും എടുക്കും. അത് ജോയിൻ്റ് MD പ്രമോജിനെ ചുമതലപ്പെടുത്തിയിരിക്കുന്നത്. അദ്ദേഹം അത് ഹാൻഡിൽ ചെയ്യും. അതിൻ്റെ വിദഗ്ധരുമായി സംസാരിച്ചിട്ട് ഇപ്പോൾ നമ്മുടെ ഇതിനെങ്ങനെ കൊണ്ടുവരാം. നമുക്കൊരു കൺട്രോൾ റൂം വേണം KSRTC. ഒരു ഫോണും 2 മേശയും പോരല്ലോ. അപ്പോൾ അതുകൊണ്ട് നമുക്കൊരു കൺട്രോൾ റൂമിൽ നമുക്ക് ഏറെ ഓടുന്ന വണ്ടികളുടെ സ്പീഡ് കാര്യങ്ങളെല്ലാം കാണത്തക്ക രീതിയിലുള്ള പമ്പുകൾ ലാഭത്തിലാണ് പോകുന്നത്. ചില പമ്പുകളിൽ ഇപ്പം കുറവുണ്ട്, പക്ഷേ എന്നാൽ എല്ലാ KSRTC ബസ് സ്റ്റേഷനിലെയും പമ്പുകൾ പരിശോധിക്കാൻ ലീഗൽ മെട്രോളജി ഡയറക്ടറോട് ആവശ്യപ്പെടാൻ വ്യാപകമായി അളവ് തൂക്കം പരിശോധിക്കാൻ തീരുമാനിച്ചിട്ടുണ്ട്. KSRTCയിലെ എല്ലാ പമ്പിലും, അതായത് ഔട്ട്സൈഡ് പെട്രോൾ കൊടുക്കുന്ന പമ്പ് മാത്രമല്ല, ഞങ്ങളുടെ ഓൺ പമ്പില്ലേ, അതിൻ്റെ ടാങ്കിൻ്റെ കപ്പാസിറ്റി അതനുസരിച്ചുണ്ടോ, പമ്പ് ചെയ്യുന്ന കറക്റ്റാണോ, ടാങ്കിൽ വീഴുന്ന ക്വാണ്ടിറ്റി കറക്റ്റാണോ എന്നെല്ലാം നോക്കാനായിട്ട് MDക്ക് ഇന്നലെ നിർദ്ദേശം കൊടുത്തിട്ടുണ്ട്. അദ്ദേഹം ലീഗൽ മെട്രോളജി ഡയറക്ടർക്ക് നിർദ്ദേശം കൊടുക്കും. എല്ലായിടും പരിശോധിക്കും. ഈ ഡീസലിൻ്റെ ചോർച്ചയെ കണ്ടുപിടിക്കാനാണ്. സംശയമുള്ളതുകൊണ്ടല്ലല്ലോ, നോക്കുന്നുണ്ട്, തെറ്റില്ലല്ലോ. നോക്കുമ്പോൾ അല്ലേ അറിയാക്കൂ. സംശയം ഇല്ലാതില്ല. കൊണ്ടടിക്കുന്നതിലാണ് കുഴപ്പം, പുറത്തേക്ക് പോകുന്നതിലാണ് കുഴപ്പമൊന്നും നമുക്ക് പറയാറായിട്ടില്ല. സംശയമുണ്ടോ എന്ന് ചോദിച്ചാൽ സംശയമില്ലെങ്കിൽ നമ്മളിത് ചെയ്യില്ലല്ലോ. ഒരു ക്ലാരിറ്റി ഇരിക്കട്ടെ. സ്വിഫ്റ്റ് കമ്പനി ഇപ്പോൾ ലാഭത്തിലാണ്. KTDFC നിക്ഷേപകർക്ക് ആശങ്ക വേണ്ട. അതിനൊരു സൊല്യൂഷൻ കണ്ടെത്താനായിട്ട് ഞങ്ങൾ പരിശ്രമിക്കുന്നുണ്ട്. അത് കഴിയുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. നിക്ഷേപകർക്ക് ആശങ്ക വേണ്ട. അത് ഒരു തകർന്നുപോയ സ്ഥാപനമായിട്ടോ അവിടെ ഇട്ട പൈസ കിട്ടാതെ പോകുമെന്നോ എന്നുള്ള ആശങ്കയൊന്നും വേണ്ട. അത് ഞങ്ങൾ ആ പ്രശ്നം പരിഹരിക്കും. അതിനൊരു സമയം തരണം. അല്ലെങ്കിൽ കൊടുക്കുകയെന്ന് പറഞ്ഞാൽ എടുക്കാൻ പറ്റത്തില്ല. അതിന് ഇച്ചിരി പ്രശ്നങ്ങളുണ്ടായിരുന്നു. അതിനെ ഒന്ന് സോർട്ട് ഔട്ട് ചെയ്തുകൊണ്ട് വരികയാണ്. അത് എന്നത്തേക്കെന്ന് പറയാൻ പറ്റില്ല. പക്ഷേ ആർക്കും അതൊരു പൈസയും പോവില്ല. അങ്ങനെയുള്ള ആശങ്കയൊന്നും വേണ്ട. ഒരു പൈസയും പോകില്ല. എടുക്കാൻ വേണ്ടി വെപ്രാളപ്പെടേണ്ട, അതിനുവേണ്ടി കോടതി പോകേണ്ട, എല്ലാം കൊടുക്കും. ഗവൺമെൻറ് അതിനകത്തൊന്നും ഒരു സർക്കാരിൻ്റെ ഒരു സ്ഥാപനമല്ലേ, അങ്ങനെ ഒളിച്ചു കൊടുക്കുമോ? അങ്ങനെ ഒളിച്ചു കൊടുത്തില്ല. അതൊക്കെ പരിഹരിക്കാവുന്ന പ്രശ്നമുള്ളൂ. അതെങ്ങനെയെങ്കിലും പരിഹരിക്കും. അത് ഇച്ചിരി പ്രയാസമുണ്ട്, എങ്കിലും അത് സോർട്ട് ഔട്ട് ചെയ്യും. അല്ല, അതെങ്ങനെയാണെന്ന് തീരുമാനിച്ചല്ലോ. ഉണ്ടാക്കാൻ കഴിവുള്ള ആരാന്ന് വെച്ചാൽ പുറം കരാൾ കൊടുക്കുന്ന തെറ്റൊന്നുമല്ലല്ലോ. കഴിവുള്ള ആളുണ്ടാക്കണം. അല്ലെ പുറം കരാൾ കൊടുക്കത്തില്ല എന്ന് പറഞ്ഞ് ആരെങ്കിലും കൊണ്ട് ഉണ്ടാക്കാൻ പറ്റും? നല്ല മിടുക്കന്മാരെ സാധനം ഉണ്ടാക്കണം. ആന്ധ്രയിലൊക്കെ ഉണ്ടാക്കിയിട്ടുണ്ട്. അതൊക്കെ വലിയ വലിയ കമ്പനിയാണ് ഉണ്ടാക്കിയിരിക്കുന്നത്. നമ്മൾ പ്രയോറിറ്റി മാറിപ്പോയതുകൊണ്ടാണ്. ഞാനിപ്പോൾ അതിനൊരു പ്രയോറിറ്റി കൊടുത്തുകൊണ്ടാണ്. ആന്ധ്രയിൽ അവർ നേരത്തെ, കർണാടകത്തിൽ അവർ നേരത്തെ പ്രയോറിറ്റി കൊടുത്തു. സോഫ്റ്റ്വെയർ ഉണ്ടോന്ന്, ആ സോഫ്റ്റ്വെയറാണ് അവരെ കൺട്രോൾ ചെയ്യുന്നത്. അന്ന് നമ്മൾ ആ പ്രയോറിറ്റി കൊടുത്തില്ല. ഞാനിപ്പോൾ ആ പ്രയോറിറ്റി കൊടുക്കുന്നു എന്നുള്ളതേ ഉള്ളൂ. കൊടുക്കുമ്പോൾ ഞാൻ പറഞ്ഞില്ല, ഞാൻ മാറിപ്പോയി, വേറൊരാൾ മന്ത്രിയായാലും മാനേജിങ് ഡയറക്ടർ മാറിപ്പോയാലും ഈ ജീവനക്കാരും ഈ യൂണിയനുകളിൽ എല്ലാവരും മാറിപ്പോയാലും ഇതോടണ്ടേ. അതോടണമെങ്കിൽ അതിനെ ഒരു പർട്ടിക്കുലർ ഒരു പക്ക സിസ്റ്റത്തിലേക്ക് കൊണ്ടുവരണം. അതൊരു 3 മാസത്തിനുള്ളിലാണ് പ്ലാൻ ചെയ്യുന്നത്. അല്ലാതെ 2.5 വർഷം മന്ത്രിസഭയുള്ളതാണല്ലോ. ഞാൻ ഇനിയൊരു 2 കൊല്ലം വെച്ചുകൊണ്ടിരുന്നിട്ട് കാര്യമുണ്ട്. നമ്മൾ 3 മാസം എന്നാണ് തീരുമാനിച്ചിരിക്കുന്നത്. അതിൻ്റെ ഉള്ളിൽ എത്തിക്കും, എങ്ങനെയെങ്കിലും ഓടിച്ചെത്തിക്കും. പിന്നെ ഗവൺമെൻറ് കാര്യമല്ലേ, തടസ്സങ്ങളൊക്കെ ഉണ്ടാവും. നമ്മൾ അതിനെയൊക്കെ അതിജീവിച്ച് മുന്നോട്ട് പോകും. ഏതായാലും ഇതിൻ്റെ ഒരു ചിലവ് കുറയ്ക്കുന്നതിനെ സംബന്ധിച്ച്
വരുമാന നഷ്ടം കുറയ്ക്കുന്നതിനെക്കുറിച്ചും യൂണിയൻ നേതാക്കൾക്കും എല്ലാവർക്കും വളരെ നിർബന്ധമുണ്ട്. കഴിഞ്ഞ ദിവസം ഞാൻ ധനകാര്യമന്ത്രിയുമായി സംസാരിച്ചിരുന്നു. അദ്ദേഹം പറയുന്നത് നിങ്ങൾ ചെലവ് കുറയ്ക്കുക, എല്ലാ സഹായം ഗവൺമെൻറ് ചെയ്യും എന്ന് പറയുന്നുണ്ട്. അപ്പോൾ അത് ന്യായമാണല്ലോ. നമ്മളിതിനൊരു സിസ്റ്റത്തിൽ ഒരു അച്ചടക്കത്തിലാക്കാതെ നമ്മൾ ചെന്ന് പൈസ താ എന്ന് ഗവൺമെൻറ്റിനോട് പറയുന്നത്, ഗവൺമെൻറ്റിന് പല ആവശ്യങ്ങളില്ലേ, വികസന പ്രവർത്തനങ്ങളില്ലേ, ക്ഷേമ പദ്ധതികൾ നടപ്പിലാക്കണ്ടേ. അപ്പോൾ നമ്മൾ ചുമ്മാ ചെന്നതിന് പൈസ എന്ന് പറഞ്ഞ് പണം ഉണ്ടാക്കും. നമ്മൾ ആദ്യം ഒരു ഡിസിപ്ലിൻഡ് ആവട്ടെ. ആവും. അതിന് യൂണിയൻകാരെ പൂർണ്ണ പിന്തുണയാണ് അവർ പറഞ്ഞിരിക്കുന്നത്. അവരധികമായ സാമ്പത്തിക ബാധ്യത വരുന്ന ഒരു കാര്യം അവർ ആവശ്യപ്പെട്ടില്ല എന്നോട്. അതിലെനിക്ക് സന്തോഷമുണ്ട്. ശമ്പള വർധനമോ അങ്ങനെയുള്ളൊരു കാര്യം അവർ പറഞ്ഞില്ല. ന്യായമായൊരു ചർച്ചയായിരുന്നു, വളരെ മാന്യമായൊരു ചർച്ചയായിരുന്നു. വളരെ സ്നേഹത്തോടെയാണ് നമ്മൾ പിരിഞ്ഞതും. അവരെ ആശയങ്ങൾ, കാരണം അവർ കുറച്ചുകൂടി ജനങ്ങളുമായി, അവർ തൊഴിലാളികളുമായും വണ്ടികളുമായും സ്റ്റേഷനുമായിട്ട് ബന്ധപ്പെട്ട് നിൽക്കുന്നവരായതുകൊണ്ട് അവരുടെ ആശയങ്ങൾക്ക് ഞാൻ വില കൽപ്പിക്കും. ഞാനൊരു പൊതുപ്രവർത്തകനല്ലേ. അപ്പം ഞാൻ അവരുടെ വാക്കുകൾക്ക് തീർച്ചയായിട്ടും അവരോട് പറഞ്ഞല്ലേ എനിക്ക് എന്താണ് ചിലവ് കുറയ്ക്കാനുള്ള മാർഗ്ഗങ്ങളെക്കുറിച്ച് നിങ്ങളുടെ സജഷൻസ് അവർ തരാൻ പറയുന്നുണ്ട്. ആ സജഷനിൽ നല്ല സജഷൻ ഉണ്ടെങ്കിൽ അപ്പം തന്നെ എടുത്ത് നടപ്പിലാക്കും. ചിലവ് കുറച്ചേ പറ്റും, അല്ലാതെ നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ല. നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്താ പറയുക, തൊഴിലാളികളുടെ കയ്യിൽ നിന്ന് തൊഴിലാളികൾ ലോൺ എടുത്തിട്ടുണ്ട്. അപ്പോൾ അവർ ലോൺ അടയ്ക്കാനുള്ള പണം അവരുടെ ശമ്പളത്തിൽ നിന്ന് പിടിച്ചിട്ട് അവിടെ അടയ്ക്കണം ബാങ്കിൽ. അതുപോലെ PF പൈസ അടയ്ക്കണം. ആ പൈസ അടയ്ക്കുന്നില്ല. ആ പൈസ അടയ്ക്കണമെങ്കിൽ അതിനും ഗവൺമെൻറ്റിനോട് പോയി ചോദിക്കാൻ പറ്റത്തില്ല. ഇവിടെ നഷ്ടം കുറച്ചുകൊണ്ടൊന്ന് കുറച്ച് വരുമാനം ശേഖരിച്ചാലേ ആ പൈസ അടയ്ക്കണം. അത് അടയ്ക്കാതിരിക്കുന്നിടത്തോളം കാലം അവർ ബാങ്കിൽ പലിശയും കൂട്ടുപലിശയും കൊടുക്കേണ്ട അവസ്ഥയിലാവും. ഇത് അവർ ഉന്നയിച്ചൊരു വിഷയമാണ്, അത് ന്യായമായ വിഷയമാണ്. അപ്പോൾ അത് പരിഹരിക്കണമെങ്കിൽ വീണ്ടും പോയിട്ട് ധനകാര്യ വകുപ്പിന് മുമ്പിൽ നമുക്ക് പൈസ തരണമെന്ന് ചോദിക്കുന്നതിനേക്കാൾ നല്ലത് ഇതിൻ്റെ ചിലവ് കുറച്ച് കൊണ്ടുവന്ന് വരവ് കൂട്ടി ഇതിൽ മിച്ചം പിടിക്കുന്ന പണം അത്തരം കാര്യങ്ങൾ ചെയ്യണമെന്നാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. അതാണൊരു മാനേജ്മെൻറ്റ്. കാരണം അവർ പറയുന്ന ന്യായമാണ്. അവർ കോൺട്രിബ്യൂട്ടറി പെൻഷനിലാണ്. അപ്പോൾ ഈ കോൺട്രിബ്യൂഷൻ താമസിച്ചാൽ അവർക്ക് ഇതിനുപോലെ ശരിയായ പെൻഷൻ കിട്ടില്ല അവസാനം. അതവർ പറയുന്ന ന്യായമല്ലേ. അപ്പോൾ അത് അടയ്ക്കണമെങ്കിൽ എവിടെ പണം? നമ്മുടെ കയ്യിലില്ല. അപ്പോൾ ഇനി ഉള്ള ദിവസങ്ങളിൽ എത്ര മിച്ചം പിടിക്കാം എന്നുള്ളതാണ്. അത് താമസിച്ച് പോയാൽ നാളെ എന്ന് പറഞ്ഞാൽ പോകും. അതുകൊണ്ട് ഇരുന്ന് മെനക്കെട്ട് തിരുവനന്തപുരം ജില്ലയിലെ ഒരു ഷെഡ്യൂൾ പരിഷ്കരണം ആദ്യം കൊണ്ടുവരും. അതിൻ്റെ തകരാറുകൾ നമ്മൾ പരിഹരിക്കും. അതിനുശേഷം സമാനമായി എല്ലാ ജില്ലകളിലേക്കും ആ ടീമിനെ തന്നെ, ഉദ്യോഗസ്ഥന്മാരുടെ ടീമിനെ ഉണ്ടാക്കും. അവരെ കൊണ്ട് ചെയ്യിച്ചിട്ട് അവർ തന്നെ അടുത്ത സ്ഥലത്തേക്ക് പോകും. ഓരോ ഡിസ്ട്രിക്റ്റായിട്ട് നമ്മൾ ശ്രദ്ധയോടെ ചെയ്യും. അല്ലാതെ വാരി വലിച്ച് കേരളത്തിൽ ഓടിക്കൊണ്ടിരിക്കുന്ന എല്ലാ വണ്ടിയും നിർത്തിക്കോ, അങ്ങനെയൊന്നുമില്ല. അങ്ങനെയൊന്നും ചെയ്യില്ല. ജനങ്ങൾക്കും ജനപ്രതിനിധികൾക്കും ബുദ്ധിമുട്ടുണ്ടാകുന്ന കാര്യം ചെയ്യില്ല. പിന്നെ സോഷ്യലായിട്ട് കമ്മിറ്റ്മെൻ്റ് ഉള്ള സ്ഥലങ്ങളിൽ നമ്മൾ സാമൂഹ്യ പ്രതിബദ്ധത പേരിലോടുന്ന വണ്ടി, ഒരു സ്ഥലത്തേക്ക് ഒരു വണ്ടിയേ ഉള്ളൂ, അതൊന്നും നിർത്തില്ല. ഇതാണ് KSRTC സംബന്ധിച്ച്. ഉണ്ടായിരുന്നു, പോകാൻ പറ്റിയില്ല. ഇവരെ യൂണിയൻകാരെ വിളിച്ചു വേണ്ടി ഞാൻ പോയി. ഇവിടെ പോകാമെന്ന് വിളിച്ചു. ക്ഷണം കിട്ടി, എല്ലാവരും പോയോ? ക്ഷണം കിട്ടിയില്ല, സന്തോഷം. സുരേഷ് ഗോപിയുടെ മോടെ കല്യാണം ക്ഷണം കിട്ടിയോന്ന് ചോദിച്ചു. എനിക്ക് അത് കിട്ടി, സന്തോഷം. നാളെ KSRTC ജീവനക്കാരെ പുതിയ യൂണിഫോം വിതരണമുണ്ട്. നിങ്ങളൊക്കെ വരണം. ആനയറ വെച്ചിട്ടാണ് 11 മണി കഴിഞ്ഞിട്ട്, ക്യാബിനറ്റ് കഴിഞ്ഞിട്ട് 11:30 ആകുമ്പോൾ. പിന്നെ ഡബിൾ ഡെക്കർ ബസ് ഒന്നെടുത്ത് കാണാൻ വേണ്ടി അതവിടെ ഉണ്ട്. അവിടെ നമ്മളൊരു ആനവണ്ടി എന്നൊരു മാഗസീൻ ഇറങ്ങുന്നുണ്ട്, അതിൻ്റെ ഒരു റിലീസും ഉണ്ട്. കാക്കി യൂണിഫോം വേണമെന്ന് അവർ പറയുന്നത്. ഈ മറ്റേ യൂണിഫോമിനൊരു കാക്കി ഇട്ടാലേ ഒരു വിലയുള്ളെന്ന് പറഞ്ഞു മാറ്റിയിരിക്കുന്നു. ഞാനാണ് പണ്ട് കാക്കിയിൽ നിന്ന് കളറിലേക്ക് കൊണ്ടുപോയത്. തിരിച്ച് ഞാൻ വന്നപ്പോൾ തന്നെ തിരിച്ച് കാക്കിയിലേക്ക്. എന്തോ ഓൺലൈൻ അതെല്ലാം വരും. ഈ സോഫ്റ്റ്വെയർ നമ്മളൊന്ന് വരുമ്പോഴത്തേ അതിനുള്ള നടപടി നടക്കുന്നുണ്ട്. ഈ നമ്മളെ ഗൂഗിൾ പേ പോലുള്ള കാര്യങ്ങൾ എടുക്കാനും ഉള്ള സംവിധാനം. അതൊന്ന് സമയമെടുക്കാൻ, അതെല്ലാം എല്ലാം കൂടെ ഒന്ന് ഒരുമിച്ച് വരണം. അല്ലാതെ എല്ലാം പല സ്ഥലത്തോട്ട് പോയാലേ, ഇപ്പോൾ ഗൂഗിൾ പേയിൽ വരുന്ന പൈസ വേറൊരു അക്കൗണ്ടിൽ പോകും, ടിക്കറ്റ് കൊടുക്കുന്ന പൈസ വേറൊരു അക്കൗണ്ടിൽ പോകും. അങ്ങനെ ഒരു സ്കാറ്റേഡായിട്ട് പോകുന്നതാണ് KSRTCയുടെ കുഴപ്പം. ഇതൊരു സ്ഥലത്തേക്ക് വരുമ്പോൾ ശരിയാവും. മാനേജ്മെൻറ്റ് എളുപ്പമല്ല. ഇപ്പോൾ നിങ്ങൾക്ക് തന്നെ നമ്മളതൊരു കോമൺ സെൻസ് ഉപയോഗിച്ച് ചിന്തിച്ചാൽ
ഈ ചിതറിക്കിടക്കുന്നൊരു മാനേജ്മെൻറ്റ് ശരിയല്ല. ഒരു കോർഡിനേഷൻ വരണം. അത് വരണമെങ്കിൽ ഒരു കമ്പ്യൂട്ടർ സോഫ്റ്റ്വെയറിന് മാത്രമേ കൊണ്ടുവരാൻ പറ്റൂ. അല്ലാതെ വ്യക്തികൾ എന്ന് പറഞ്ഞാൽ ഡിഫറെൻ്റ് ആറ്റിറ്റ്യൂഡുള്ള വ്യക്തികളാണ്. ഒരുപാട് തൊഴിലാളികളുണ്ട് മാനേജ്മെൻറ്റിൽ. ഒരുപാട് നമ്മളിപ്പോൾ MBA-കാരെയും വലിയ ഡിഗ്രി ഉള്ളവരൊക്കെ വെക്കണമെന്ന് ആഗ്രഹിച്ചാൽ നടക്കുന്നൊരു സാഹചര്യം അല്ല KSRTC. അപ്പോൾ നമ്മളിതെല്ലാം കൂടെ ഒരു കൺട്രോളിൽ കൊണ്ടുവന്ന് കഴിവുള്ള കുറച്ച് ആൾക്കാരെ വെച്ചിട്ട് ഒരേ സമാന മനസ്സിൽ ഇത് ഹാൻഡിൽ ചെയ്യാൻ പോകണം. ഓരോ ഡിപ്പോയിലും ഡിഫറെൻ്റ് ആറ്റിറ്റ്യൂഡുള്ള ആൾക്കാരാണ്. വണ്ടി ഓടിയാൽ എന്ത്, ഓടിയില്ലെങ്കിൽ എന്ത് വിചാരിക്കുന്ന ആൾക്കാർ, ഓടണമെന്ന് ആഗ്രഹിക്കുന്ന കുറേ ആളുകൾ, നന്നായിട്ട് ഓടിക്കണം, എല്ലാം മാക്സിമം വണ്ടി ഓടിക്കണം, മാക്സിമം കളക്ഷൻ എടുക്കണമെന്ന് ആഗ്രഹിക്കുന്ന ഒരു ടീം. ഇതൊക്കെ നമ്മൾ വ്യത്യാസം മനസ്സിലാകുന്നത്. ഇപ്പോൾ കേരളത്തിൽ ഒരു ഉദാഹരണം പറഞ്ഞാൽ, കേരളത്തിലെ ഒരു എൻജിൻ ഓവറോൾ ചെയ്താൽ നമുക്ക് കിട്ടുന്ന 2 ലക്ഷത്തി ചില്ലാനം കിലോമീറ്ററാണ്. ഇതേ സാധനം, ഇതേ എൻജിൻ തമിഴ്നാട് സർക്കാരിൻ്റെ ട്രാൻസ്പോർട്ട് കോർപ്പറേഷൻ കൃത്യമായി ഓവറോൾ ചെയ്യുമ്പോൾ കിട്ടുന്നത് 4,70,000 കിലോമീറ്റർ. സംഗതി മനസ്സിലായി? അത് പ്രൊഡക്ടിവിറ്റിയുടെ കൂടുതലാണ്. ഇവിടെ പ്രൊഡക്ടിവിറ്റി കുറവായതുകൊണ്ട് വരുന്നത്. സെയിം സാധനമാണ്, സെയിം എൻജിൻ. ലൈലൻഡിൻ്റെ ഒരു എൻജിൻ എടുത്ത് റീകണ്ടീഷൻ ചെയ്യുമ്പോൾ ഇവിടെ നമുക്ക് കിട്ടുന്ന 2 ലക്ഷത്തി ചില്ലറ, 2,30,000 പോവും, അവിടെ 3,70,000 കിലോമീറ്റർ അല്ലേ? അതിന് നമ്മൾ പുതിയൊരു സംവിധാനം സ്വിഫ്റ്റിൽ ആദ്യം കൊണ്ടുവരികയാണ്. ഈ എൻജിൻ ഓവറോൾ ചെയ്യാൻ വേണ്ടിയിട്ട് എഞ്ചിനീയറിംഗ്, മെക്കാനിക്കൽ ഓട്ടോമൊബൈൽ പഠിച്ച കുട്ടികൾ സ്റ്റാർട്ടപ്പുകൾ ഉണ്ടായിക്കൊണ്ട് വന്നു കഴിഞ്ഞാൽ അവർക്കൊരു തൊഴിലവസരമാണ്. അവർക്ക് നമ്മൾ സ്ഥലം കൊടുക്കും, മറ്റ് ടൂൾസ് എല്ലാം അവർ കൊണ്ടുവരണം. അവർ ടൂൾസും ക്രെയിനും എല്ലാം അവർ അറേഞ്ച് ചെയ്യണം. പാർട്സ് നമ്മൾ കൊടുക്കും, നമുക്ക് പാർട്സ് വില കുറച്ച് കിട്ടും. നമ്മൾ പാർട്സ് അവർക്ക് കൊടുക്കും, എന്നിട്ട് അവരെ കൊണ്ട് വർക്ക് ചെയ്യും. അവർ നല്ല രീതിയിൽ വർക്ക് ചെയ്തിട്ട് ഈ കിലോമീറ്റർ, ഈ പറയുന്ന പോലെ 3,70,000 പോലുള്ള കിലോമീറ്റർ അഷ്വർ ചെയ്യണം. അപ്പോൾ കുറേ അധികം ചെറുപ്പക്കാർക്ക് തൊഴിൽ കണ്ടെത്താനുള്ള ഒരു മാർഗം KSRTC മുന്നോട്ട് വയ്ക്കും. അതൊരു പുതിയ ആശയമാണ്. കേരളത്തിലെ തൊഴിലെതിരായ എഞ്ചിനീയറിംഗ്, മെക്കാനിക്കൽ, ഓട്ടോമൊബൈൽ പഠിച്ച കുട്ടികൾ അവരൊരു സ്റ്റാർട്ടപ്പായിട്ട് വരിക. അവർക്ക് നമ്മൾ എൻജിൻ കൊടുക്കും, പാർട്സ് കൊടുക്കും, ലേബർ മാത്രം അവർ അത് അസംബിൾ ചെയ്ത് റെഡിയാക്കി റീകണ്ടീഷൻ ചെയ്ത് തരണം. സ്പേസും നമ്മൾ കൊടുക്കും. അവർക്ക് ഷെഡ്, അതിനകത്തുള്ള ക്രെയിന് കാര്യങ്ങൾ, ടൂൾസ് എല്ലാം അവർ വാങ്ങണം. അതാണ് അവരുടെ ഇൻവെസ്റ്റ്മെൻറ്റ്. പിന്നെ അവരുടെ സ്കില്ലാണ് അവരുടെ ഇൻവെസ്റ്റ്മെൻറ്റ്. സേഫാണ്. കാരണം എന്ന് വെച്ചാൽ ആ ബിസിനസ്സിൽ ഇൻവെസ്റ്റ് ചെയ്താൽ കറക്റ്റായിട്ട് എൻജിൻ വന്നുകൊണ്ടിരിക്കും, പേയ്മെൻറ്റ് നമ്മൾ കൊടുത്തുകൊണ്ടിരിക്കും. സ്വിഫ്റ്റിൻ്റെ ആനയറുള്ള സ്ഥലത്താണ് ആദ്യമായി തുടങ്ങാൻ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ കുറച്ച് ചെറുപ്പക്കാർക്ക് ഇതൊരു തൊഴിലവസരമാവും, ഒരു ബിസിനസ്സായിട്ട് അവർക്ക്. അത് മാത്രമല്ല, അവർക്ക് പുറത്ത് തുടങ്ങിയാൽ അവർക്കൊരു ബിസിനസ്സായിട്ട് നടത്താം എന്നുള്ളത്. അതൊരു ചെറുപ്പക്കാർക്ക് വേണ്ടിയുള്ള ഞങ്ങളുടെ ഒരു പുതിയ ആശയമാണ്. അതൊരു നല്ല ഗുണം ചെയ്യുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. കാരണം എഡ്യൂക്കേറ്റഡ് ആയിട്ടുള്ള ഒരുപാട് കുട്ടികൾ എഞ്ചിനീയറിംഗ് കഴിഞ്ഞിട്ട് ഇങ്ങനെ ജോലി അന്വേഷിച്ചൊക്കെ നടക്കുന്നുണ്ട്. അപ്പോൾ അവർക്കൊരു 5-6 പേർക്ക് കൂടെ ചേർന്നിട്ട് ഒരു സ്റ്റാർട്ടപ്പിലെ ബിസിനസ് ഇതാണ്. ഈ എഞ്ചിനെ റീകണ്ടീഷൻ ചെയ്ത് തരണം. റീകണ്ടീഷൻ തരുമ്പോൾ അവർ പേയ്മെൻറ്റ് കൊടുക്കും. അപ്പോൾ തന്നെ കടമില്ല. അതുകൊണ്ടാണ് സ്വിഫ്റ്റിലാണ് തുടങ്ങുന്നത് പറഞ്ഞത്. ഇപ്പം നമുക്കുള്ള ഗുണമെന്ന് വെച്ചാൽ, ഈ കുട്ടികൾ ചെയ്യുമ്പോൾ വളരെ സിസ്റ്റമാറ്റിക്കായിട്ട് അവർ ചെയ്താൽ ഇതിൻ്റെ എഫിഷ്യൻസി കൂടുകയും കൂടുതൽ മൈലേജ് കിട്ടുകയും ചെയ്യുമ്പോൾ നമുക്കതിന് ഗുണമുണ്ട്. ഈ 2 ലക്ഷത്തിൽ നിന്ന് 370,000 പോകുമെന്ന് പറയുമ്പം നിങ്ങൾ മനസ്സിലാക്കണം, ലക്ഷങ്ങളുടെയും കോടികളുടെയും വ്യത്യാസമാണ് വരുന്നത്. ചെറിയ കണക്കായിട്ട് തോന്നരുത്. 1 ലക്ഷം കിലോമീറ്റർ കൂടുതൽ കിട്ടിയെന്ന് പറയുമ്പോൾ കളക്റ്റീവായിട്ട് വരുമ്പോൾ, ഒരുമിച്ച് വരുമ്പോൾ ലക്ഷങ്ങളുടെയും കോടികളുടെയും നേട്ടമാണ് ട്രാൻസ്പോർട്ട് KSRTC ഉണ്ടാകുന്നത്. അതുകൂടെ ഈ കുട്ടികൾക്കൊരു നല്ല ജോലിക്കുള്ള അവസരം. കാരണം ഒരുപാട് നിക്ഷേപരെ കൊണ്ടുവരണമെന്നുള്ള മുഖ്യമന്ത്രിയുടെ ഒരു സ്വപ്നമാണ്. വിദേശ രാജ്യങ്ങളിലെ നിക്ഷേപരെ കൊണ്ടുവരുന്നതിനേക്കാൾ എളുപ്പം ഇതുപോലുള്ള ചെറിയ ചെറിയ നിക്ഷേപകർക്ക് അവസരം കൊടുക്കുക എന്നുള്ളത്. നമ്മൾ വൻകിട നിക്ഷേപക്കാരെ നമുക്ക് ഒരുപാട് വരുന്നുണ്ട്, വെളിയിൽ നിന്നൊക്കെ IT കമ്പനികൾ. പക്ഷേ ചെറുപ്പക്കാർക്ക് സ്വയം തൊഴിൽ കണ്ടെത്താനും പുതിയ വ്യവസായങ്ങൾ തുടങ്ങാനും ഒരവസരം കൊടുക്കുന്ന ഒരു പദ്ധതിയായിരിക്കും. വേറെയും ചില പദ്ധതികൾ പുറകെ വരും. ചെറുപ്പക്കാർക്ക് തൊഴിൽ കണ്ടെത്താനുള്ള, ജീവനോപാധി കണ്ടെത്തുന്ന, സംരംഭരാക്കി തീർക്കുന്ന ചില പദ്ധതികൾ ഇതിന് പുറകെ വരും, ട്രാൻസ്പോർട്ടുമായി ബന്ധപ്പെട്ട്. ഇത് KSRTCയിൽ നമ്മൾ ആദ്യമായിട്ടൊന്ന് പരീക്ഷിക്കുക. എഞ്ചിനീയർമാരായിരിക്കണം, കാരണം അവർക്ക് അറിയാമല്ലോ, ടെക്നിക്കൽ നോളജ് ഉള്ളവരായിരിക്കും. അതുപോലെ ഒരു കാര്യം കൂടിയുണ്ട്, വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. കേരളത്തിലെ ആംബുലൻസുകൾ, അനധികൃതമായി ഓടുന്ന ആംബുലൻസുകൾ തടയും. ആംബുലൻസ് ലൈസൻസ് വേണം,
ഓട്ടോറിക്ഷയ്ക്ക് താരിഫുണ്ട്, ടാക്സിക്ക് താരിഫുണ്ട്, ബസ്സിന് താരിഫുണ്ട്, ആംബുലൻസിന് താരിഫില്ല. കൊട്ടാരക്കര ഹോസ്പിറ്റലിൽ നിന്ന് എന്നെ തിരുവനന്തപുരം കിംസ് ഹോസ്പിറ്റലിൽ എത്തിക്കാൻ എൻ്റെ നിന്ന് വാങ്ങിച്ചത് 18,000 രൂപയാണ്. അതുകൊണ്ട് അഡീഷണൽ ട്രാൻസ്പോർട്ട് കമ്മീഷണർ അധ്യക്ഷനായി ഒരു 5 അംഗ സമിതി രൂപീകരിക്കുകയാണ്. ആംബുലൻസുകൾക്ക് താരിഫ് ഏർപ്പെടുത്തും. ആംബുലൻസുകൾക്ക് കർശനമായ നിയന്ത്രണം ഏർപ്പെടുത്തും. മൃതദേഹം കൊണ്ടുപോകുമ്പോൾ അലാറം അടിച്ചു പോകാൻ പാടില്ല. വേഗത്തിൽ യാത്ര ചെയ്യാൻ വേണ്ടി ആംബുലൻസ് പിടിച്ച് പോകാൻ പാടില്ല. ആംബുലൻസിന് പോകുന്നതിന് പൈലറ്റ് പോയിട്ട് 3-4 ആംബുലൻസ് ഒരുമിച്ച് പോയിട്ടുള്ള കലാപരിപാടികളൊന്നും വേണ്ട. എന്തെങ്കിലും സീരിയസ് ആയിട്ടുള്ള കാര്യങ്ങളുണ്ടെങ്കിൽ, അത്തരം കേസുകളുണ്ടെങ്കിൽ പോലീസിനെ അറിയിക്കുക. പോലീസ് എല്ലാ സഹായം ചെയ്തു കൊടുക്കും. ഒരു 4-5 ആംബുലൻസ് അകമ്പടി സേവിച്ചിട്ട് സോഷ്യൽ മീഡിയയിലൊക്കെ ഇട്ട് കളിക്കുന്ന ആ പരിപാടികളൊന്നും അതൊക്കെ അപകടമാണ്, അത് അനുവദിക്കത്തില്ല. ആംബുലൻസിൽ രോഗിയാണ് കൊണ്ടുപോകുന്നതെന്ന് പരിശോധിച്ച് ഉറപ്പുവരുത്തും. അല്ലാത്ത പേരിൽ കർശനമായ വളരെ സ്ട്രിക്റ്റായിട്ടുള്ള നടപടി ഉണ്ടാവും. അതിൻ്റെ നടപടി ആരംഭിച്ചിട്ടുണ്ട്. തിരുവനന്തപുരം ജില്ലയിൽ ആദ്യഘട്ടമായി ആംബുലൻസുകളുടെ പരിശോധന ആരംഭിച്ചിട്ടുണ്ട്. വ്യാജ ആംബുലൻസുകൾ ആരുടെയെങ്കിലും കയ്യിലുണ്ടെങ്കിൽ ഇന്ന് തന്നെ അത് സ്റ്റിക്കറൊക്കെ ഇളക്കി കളഞ്ഞ് ലൈറ്റ് ഊരിക്കൊള്ളുക, സൈറൺ ഊരിക്കൊള്ളുക. പിടിച്ചാൽ പിന്നെ തിരിച്ചു കിട്ടത്തില്ല, കുഴപ്പമായി പോകും. ആംബുലൻസിന് താരിഫ് വേണം. കാരണം പാവങ്ങളെ ഒരുപാട് ചൂഷണം ചെയ്യുന്നതായി കാണുന്നുണ്ട്. പ്രത്യേകിച്ച് പലപ്പോഴും ഒരു ആംബുലൻസ് പിടിച്ചു പോകുന്ന സ്ഥലത്തെ പഞ്ചായത്ത് മെമ്പറൊക്കെ ആയിരിക്കും. അവർ ഒരാളെയും കൊണ്ട് അത്യാവശ്യം വളരെ നിർധനരായ രോഗിയെ കൊണ്ട് പോകുമ്പോഴൊക്കെ അവരുടെ പോക്കറ്റ് കീറുകയാണ്. അതുകൊണ്ടൊരു താരിഫ് വേണം എന്നുള്ള തീരുമാനം. അത് വിവിധ കാറ്റഗറി ഉണ്ട്. ഇപ്പം ലൈഫ് സപ്പോർട്ടിംഗ് ഉള്ള ആംബുലൻസ് അതിന് വേറൊരു താരിഫായിരിക്കും, നോർമൽ ആംബുലൻസിന് വേറെ താരിഫായിരിക്കും. എന്നത്തേക്ക് നമുക്കൊരു ഒരു മാസത്തിനുള്ളിൽ റിപ്പോർട്ട് കിട്ടും. അതൊന്നും ഒരു പ്രശ്നമല്ല, ഇവിടെ ഉണ്ടാവും. വേറെ ഉണ്ടോയെന്ന് എനിക്കറിയത്തില്ല. പക്ഷേ ഇവിടെ അതൊരാവശ്യമാണെന്ന് തോന്നിയതുകൊണ്ടാണ് ചെയ്യുന്നത്. അത് ജനങ്ങൾക്ക് അതൊരു ഉപകാരമായിരിക്കും അല്ലേ? അത് ഉടൻ ചെയ്യും. ഒരു മാസത്തിനുള്ളിൽ റിപ്പോർട്ട് കിട്ടും. ആ റിപ്പോർട്ട് അനുസരിച്ച് ആംബുലൻസ് ഉടനുള്ള സംഘടനകൾ എന്നെ കണ്ടിരുന്നു. അവരോട് ഞാൻ പറഞ്ഞു താരിഫ് ഏർപ്പെടുത്തും. അവരത് എഗ്രി ചെയ്തിട്ടുണ്ട്. അവരെ സംഘടനകൾ 2 സംഘടനയുണ്ട്. അവർ 2 സംഘടന എന്നെ കണ്ടു. അവരോട് ഞാൻ പറഞ്ഞു ഇങ്ങനെ കമ്മിറ്റി വെച്ചിരിക്കുകയാണ്, താരിഫ് ഏർപ്പെടുത്തും എന്ന് പറഞ്ഞു. അപ്പോൾ താരിഫ് കമ്മിറ്റി പഠിച്ചിട്ട് തരുന്ന താരിഫ് അനുസരിച്ച് ജനങ്ങൾക്കത് പബ്ലിഷ് ചെയ്യും. അതേ വാങ്ങാൻ പറ്റും. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.